എഴുത്തുകാരനും സന്യാസിയുമായ ഗുരു മുനി നാരായണ പ്രസാദ് അന്തരിച്ചുവെന്ന വാർത്ത വരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം. ഗോപാൽ ശീലാസനലുണ്ട്. ഗോപാൽ ശീലാസനൽ, ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക ചിന്തകൾ ഇത്രത്തോളം മറ്റുള്ളവർക്ക് പങ്കുവഹിച്ച ധിഷണാശാലിയായ ഒരു സ്കോളറെയാണ്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നാരായണ ഗവേഷകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ്, എപ്പോഴാണ് മരണം അറിയിച്ചത്? ഇന്ന് പുലർച്ചെ 3:55 കൂടിയായിരുന്നു അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചത്. ഏകദേശം കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു. പിന്നീട് ഹൃദ്രോഗ സംബന്ധിയായ ചില ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ ഏറെ നാളായി വലച്ചിരുന്നു. 87 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ സന്യാസി എന്നതിനപ്പുറത്തേക്ക് ഒരു ദാർശനിക ചിന്തകൻ, എഴുത്തുകാരൻ, ഒരു ഗവേഷകൻ എന്ന നിലയിൽ തൻ്റേതായിട്ടുള്ള എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 1938 തലസ്ഥാനത്ത് ജനിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം പാസ്സായതിനു ശേഷം ഏറെ നാൾ പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം 1970 അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ചിട്ട് നാരായണ ഗുരുകുലത്തിൽ പ്രവേശിക്കുന്നതും നടരാജ ഗുരുവിൻ്റെയും അടക്കം ശിഷ്യന്മാരിൽ ഒരാളായി, പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നീടൊരു 27 വർഷക്കാലം നാരായണ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. നാരായണ ഗുരുകുലം എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ദാർശനിക ചിന്തകൾ പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പഠന സിദ്ധാന്തങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ്. ആ സ്ഥാപനത്തിൻ്റെ തലവനായി 27 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു. എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 11 മണിയോടുകൂടി നാരായണ ഗുരുകുലത്തേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനം ഉണ്ടാകും. പ്രാർത്ഥനാ ഹാളിലാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ശേഷം വർക്കല SN കോളേജിലും പൊതുദർശനം ഉണ്ടാകുമെന്നതാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തുടർന്ന് വൈകിട്ട് 3 മണിയോടുകൂടി നാരായണ ഗുരുകുലം ഇരിക്കുന്ന ആ പ്രദേശത്ത് അദ്ദേഹത്തെ സമാധിയിരുത്തുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഓക്കെ, ശ്രീനാരായണ ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ്. ഗുരുകുലം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നടരാജ ഗുരു, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ നടരാജ ഗുരുവാണ് ഈ ഗുരുകുലം സ്ഥാപിക്കുന്നത്. ആ ഗുരുകുലത്തിൻ്റെ ഭാഗമായി ചേരുകയായിരുന്നു അദ്ദേഹം. നേരത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ഈ ദാർശനിക പദ്ധതികളിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പഠനം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വചിന്താ പദ്ധതികളിൽ ആകൃഷ്ടനായി ഈ നടരാജ ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ ചേരുകയായിരുന്നു. പിന്നീട് നാരായണ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നു. 130ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നൊരു ഗ്രന്ഥം സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ക്രിസ്തു ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേദാന്തം മുതൽ ഗുരുവിനെ കുറിച്ച് വരെ എഴുതിയിരിക്കുന്ന ദാർശനിക ചിന്തകളുണ്ട്. ഗുരുവിൻ്റെ ചിന്തകളൊക്കെ വളരെ മനോഹരമായി സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്ന തരത്തിലാണ് അദ്ദേഹം എഴുതാറുള്ളത്. ആത്മയാനം എന്നൊരു ആത്മകഥയുണ്ട്. അതിന് എനിക്കൊന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക്. മുനി നാരായണ പ്രസാദ് അന്തരിച്ചു എന്ന വാർത്ത.